ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലെത്തിയിട്ട് ആ കൺഫർമേഷൻ കടലാസ് കാണിച്ചിട്ട് വിമാനത്തിൽ കയറി എവിടെയാണോ എത്തേണ്ടത് അവിടെ ഇറങ്ങിയിട്ട് കാശ് കൊടുത്താൽ മതി ടിക്കറ്റിന്റെ എന്ന രൂപത്തിലുള്ള പുതിയ സംവിധാനം വരികയാണ്. അതിന്റെ പേര് കോലിബ്ര എന്നാണ്, COLIBRA. അങ്ങനെയും സംവിധാനം. ഇതിനിടയിൽ ഒരു 3 മണിക്കൂർ ഈ ഫ്ലൈറ്റ് ഡിലേ വന്നാൽ, അതിനപ്പുറം വന്നാൽ കാശ് കൊടുക്കേണ്ടതില്ല, സർവീസ് സൗജന്യമായിരിക്കും എന്നാണ് ഇതിന്റെ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഈ യാത്രാരംഗത്ത് വൈമാനിക മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരികയാണ്. നമ്മളെപ്പോഴും പറയും, ഇപ്പൊ ജൂൺ 15 16 മുതലൊക്കെ ടിക്കറ്റുകൾ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പല വിമാന കമ്പനികളും വന്ന് നമ്മുടെ കയ്യിരിക്കുന്ന കാശ് എടുത്തിട്ട് പിന്നീട് നിയമം അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, ഇപ്പൊ തിരിച്ചു തരാൻ പറ്റില്ല, 1 വർഷത്തിനകം യാത്ര ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആ രീതിക്ക് ബദലായിട്ടാണ് ഓരോരുത്തർ പുതിയ സംവിധാനവുമായിട്ട് വരുന്നത്. 30 ദിവസത്തിനിടയിൽ യാത്ര ചെയ്യാവുന്ന സംവിധാനമാണ് ഈ കോലിബ്ര ഒരുക്കുന്നത്. ആപ്പുകൾ ലഭ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രതീക്ഷയുടെ കാര്യം, 4 ലക്ഷത്തിലധികമായി ഉയർന്നു പോയ ഇന്ത്യയുടെ പ്രതിദിന രോഗബാധ ഇന്നലെ മെയ് മാസം 24-ാം തീയതി മൊത്തം 24 മണിക്കൂറും കഴിഞ്ഞ് 25-ന്റെ പുലർച്ചെ കണക്ക് വരുമ്പോൾ 2 ലക്ഷത്തിൽ താഴെയായി മാറിയിരിക്കുന്നു. അത് ഏപ്രിൽ 14-ന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കായി മാറിയിരിക്കുന്നു. അതിന്റെ ആശ്വാസം പ്രകടമായിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്ന് കരുതിയിരുന്ന പല പ്രദേശങ്ങളിലും രോഗബാധ താഴ്ന്നു തുടങ്ങുന്നു എന്നതിന്റെ സൂചനകൾ പ്രകടമായെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയും പറയുകയാണ്. അങ്ങനെ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകുന്ന പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കേരളത്തെയും ഡൽഹിയെയും UPയെയും കർണാടകത്തെയും ഒഴിവാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപും തമിഴ്നാടും പുതിയ പ്രശ്ന കാരണങ്ങളായ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ടെന്നറിയണം. ഇന്നലെ 1,95,000 കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നും താഴ്ന്നു വന്നാൽ വലിയ ആശ്വാസത്തിലേക്ക് പോകും, ഫ്ലൈറ്റുകളുടൻ തന്നെ തുറക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകും എന്നത് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകൾ സജീവമാക്കുക, പ്രതീക്ഷകൾ വീണ്ടും നിറയ്ക്കുക. പ്രതീക്ഷ നിറയ്ക്കാൻ പറയുന്നൊരു കാരണമുണ്ട്. ഒരുപാട് പേർ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുന്നു, ഒന്നും മോശമായിട്ടൊന്നും സംഭവിക്കില്ല. ഇത് കാരണം ജോലിയൊന്നും പോകില്ല. വിസ എക്സ്പയറി ആയവർക്ക് അതിൻ്റെതായ മാന്യമായ ജീവകാരുണ്യ നീതി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്നും. അതുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടാതിരിക്കുക എന്നത് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായൊരു വിഷയം, വീട്ടിലെ പ്രവാസി അംഗത്തോട് മാന്യമായി പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കണം. അല്ലാതെ ഇനിയും ഫ്ലൈറ്റ് ഇല്ല, നിങ്ങളുടെ ജോലി പോയാൽ ഞങ്ങൾ എന്തു ചെയ്യും, ഈ കുട്ടികളെ എന്തു ചെയ്യും, അവർ പഠിക്കുന്ന സ്കൂളിൽ ഇത്ര ഫീസ് കൊടുക്കുന്നു, കോളേജിൽ ഇങ്ങനെ കൊടുക്കുന്നു, ഇത്ര ചെലവുണ്ട്, നമ്മൾ എന്തു ചെയ്യും, കണ്ടില്ലേ അപ്പുറത്തൊരാൾ വന്ന് നിൽക്കുന്നത്, അയാളുടെ ജോലി പോയില്ലേ കഴിഞ്ഞ വർഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മർദ്ദം കൂട്ടുന്ന വിധത്തിൽ പെരുമാറാതിരിക്കുക എന്ന് കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് കല്ലമ്പലം ഭാഗത്തൊരു വീട്ടിലെത്തിയ ഒരു പ്രവാസി, അദ്ദേഹം വന്ന് വീട്ടിൽ നോക്കുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയതാണ്. കല്ലമ്പലത്ത് വീട്ടിലെത്തുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. വിളിച്ചു നോക്കുന്നു ഭാര്യയെ, കുടുംബാംഗങ്ങളെ, ആരും ഫോൺ എടുക്കുന്നില്ല. അല്പം കഴിഞ്ഞറിയുന്നു തന്റെ സമ്മതമില്ലാതെ കണ്ട് ഭാര്യ ആ വീട് വിറ്റിരിക്കുന്നു എന്ന്. ഇദ്ദേഹം കാശ് കൊടുത്തുണ്ടാക്കിയ വീടെന്നാണ്. ഇതാണ് പ്രവാസി നേരിടാൻ പോകുന്ന പല അവസ്ഥകളിലൊന്ന്, വിപരീതമായ അവസ്ഥകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് പറഞ്ഞത്, കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ സമയത്ത് ജോലി പോയാലും പോയില്ലെങ്കിലും ഗൃഹനാഥൻ അല്ലെങ്കിൽ കാശ് ഇത്ര നാൾ കൊണ്ടുവന്നയാൾ കൂടെ ഉണ്ടാകണമെന്ന് കരുതുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായി വരണം. UAEയിൽ ഈവന്റുകളും എക്സിബിഷനുകളും അറ്റൻഡ് ചെയ്യണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, വാക്സിൻ എടുത്തവരായിരിക്കണം. പിന്നീട് PCR ടെസ്റ്റ് 48 മണിക്കൂറിനിടയിൽ എടുത്തിട്ട് അത് കാണിക്കണം. അൽഹോസൻ ആപ്പിൽ എന്ന ലെറ്റർ കാണിച്ചിരിക്കണം എന്ന് ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഫരീദ് അൽ ഹുസ്നി. എന്നാൽ ദുബായിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്കറിയാം, പ്രതിരോധ കുത്തിവയ്പ് എടുത്തെന്നുള്ളത് ആപ്പിലൂടെ കാണിച്ചിരിക്കണം. അതിനപ്പുറമായിട്ടുള്ള PCRന്റെ കാര്യമൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 2 കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു. മറ്റുള്ള എമിറേറ്റുകളിൽ ഒരുപക്ഷെ PCR ടെസ്റ്റ് കാണിച്ചിട്ടാകും ഈവന്റിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുക എന്ന് മനസ്സിലാക്കിയിരിക്കുക. 78.11% ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ള രാജ്യമാണ്
UAE എന്നത് മനസ്സിലാക്കണം. ശമ്പളമില്ലാത്ത ലീവിൽ പ്രവേശിച്ചിരുന്ന ഫ്ലൈ ദുബായ് ജീവനക്കാരോട് ജൂൺ മുതൽ തിരികെ വരാൻ പറഞ്ഞിരിക്കുന്നു ഫ്ലൈ ദുബായ്. ആശ്വാസം അവർക്ക്. ഇത്രയും നാളായി ശമ്പളമില്ലാതെ നിൽക്കുന്നു, ഇനിയിപ്പോൾ ജോലിയുണ്ടതാ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇത്ര നാളും അവർ എടുത്ത വായ്പകൾക്ക് പലപ്പോഴും അതിന്റെ EMI മാറ്റിക്കൊടുക്കാൻ വേണ്ടി ബാങ്കുകളോടൊക്കെ നേരിട്ട് സംസാരിക്കുക കൂടി ചെയ്തു ഫ്ലൈ ദുബായ് അടക്കമുള്ള പല കമ്പനികളും. അങ്ങനെയൊക്കെ ആകണം. ജീവനക്കാർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്പം നീട്ടിക്കൊടുക്കണം തിരിച്ചടവ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത് അനുസരിക്കാൻ തയ്യാറാകും എന്നതിന് ഉദാഹരണമാണ്. അബുദാബിയിൽ NMC എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഗ്രൂപ്പും ദുബായ് ഇസ്ലാമിക് ബാങ്കും തമ്മിലൊരു കേസ് നടക്കുകയായിരുന്നു. നമ്മൾ പഠിക്കേണ്ട ഒരു കേസാണ്. ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് NMC ഡോക്ടർ ബിയാ ഷെട്ടി എടുത്തിരുന്ന വായ്പയിൽ പറഞ്ഞിരുന്നത് $400 മില്യൺ എടുത്തിരുന്നത്. ആ വായ്പയിൽ പറഞ്ഞിരുന്നത് ഇൻഷുറൻസിന്റെ തുക വരുമ്പോൾ, ആളുകൾ ചികിത്സിക്കുമ്പോൾ ഇൻഷുറൻസ് കാർഡ് കൊടുക്കും, ആ തുക വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, അതാണ് സെക്യൂരിറ്റി. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് പറയുന്നു അതിൽ നിന്ന് മോചനം വേണം, മറ്റുള്ള കടക്കാർ വീട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബുദാബി കോടതി ഇടപെട്ടു. NMCയുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞ ആ വാദം പൊളിച്ചുകൊണ്ട് അബുദാബി കോടതി പറഞ്ഞു, നിങ്ങൾ എന്താണോ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്, ദുബായ് ഇസ്ലാമിക് ബാങ്കിന് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. ദുബായ് RTA പറയുന്നു, ഈ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്ന സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കും. പ്രത്യേകിച്ച് കിസേസിൽ, അതുപോലെ ബർഷയിൽ, ഹോർലാൻഡ്സിൽ, ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ടെന്റിൽ ഇവിടങ്ങളിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിൽ മിക്കവാറും ജൂലൈ 15-നും ഓഗസ്റ്റ് 26-നും ഇടയിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. റിസൾട്ട് സെപ്റ്റംബറിലായിരിക്കും എന്നും അറിയാൻ കഴിയുന്നു. ഏതായാലും നന്നായിട്ട് പഠിച്ച് പരമ്പരാഗത രീതിക്കുള്ള പരീക്ഷ എഴുതാൻ തന്നെ തയ്യാറെടുത്തുകൊള്ളൂ എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിൽ കഴിയുന്ന ആളുകൾ അവരുടെ ഒരു പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ട്, പല കാര്യങ്ങളും ദുബായിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സാഹചര്യമാണ്. അതിന് മറുപടിയായിട്ടാണ് ദുബായ് ഗവൺമെന്റിന്റെ സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് എമിറേറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന ദുബായ് കിസൈസിലെ അൽത്വാർ സെന്ററിലെ പ്രസ്ഥാനം, ബിസിനസ് സെറ്റപ്പ് സപ്പോർട്ട് പ്രസ്ഥാനം ഇപ്പോൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് വരുന്നത് ഡസൻ കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുകയാണ്, അത്യാവശ്യക്കാർക്കാണ്. ഇന്ന് അതിൻ്റെ ആ ടീമിനെ നയിക്കുന്ന, പരിചയസമ്പന്നരായ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ വർഷത്തെ പരിചയമുള്ള ആളുകളെ ആ ടീമിനെ നയിക്കുന്ന അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സാദിഖ് അലി അലിയ മക്കാനകം, അദ്ദേഹം ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്, ഇനി നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കുക, ഒരു കമ്പനിയിൽ ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, പുതിയ കമ്പനി ഫോം ചെയ്യുക, അത് നാട്ടിൽ നിന്നുള്ള ഓപ്പറേഷനോടൊപ്പം തന്നെ UAEയിൽ കഴിയുന്ന ആളുകൾക്കും കോടതിയിൽ പോകാൻ പറ്റാതെ വന്നാൽ അത് ഈ സ്മാർട്ട് സംവിധാനം വഴി എമിറേറ്റ്സ് ക്ലാസിക് ഒരുക്കി കൊടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നാട്ടിലാണെങ്കിലും UAEയിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോ അതുമായി ബന്ധപ്പെട്ട നമ്പറുകളോ, UID നമ്പറൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലെങ്കിലും വിസിറ്റ് വിസയിൽ വന്നവർക്ക് നാട്ടിലാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാം. ഒരു കമ്പനിയിൽ ചേരാം, ചേർന്ന കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ആകാം. അതൊക്കെ നോട്ടറി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് നടക്കുന്നത് പോലെ ഉള്ള സംവിധാനം ടെക്നോളജി വഴി ഒരുക്കിക്കൊണ്ടാണ് സാധ്യമാക്കി കൊടുക്കുന്നത്. അതിന്റെ എല്ലാ കടലാസ് ജോലികളും എമിറേറ്റ്സ് ക്ലാസിക് അതിന്റെ ഏറ്റവും ക്ലാസ് രൂപത്തിൽ ഏറ്റവും വേഗതയിൽ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു മിനിറ്റിൽ പരിപാടി അവസാനിപ്പിക്കാവുന്ന സംവിധാനം ചെയ്യും എന്നാണ് മിസ്റ്റർ സാദിഖ് അലി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടോ ഇനി കമ്പനി ഫോർമേഷന്റെ കാര്യത്തിലോ പുതിയ എന്തെങ്കിലും ബിസിനസ് സെറ്റപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനോ ഒരു ഉപദേശം തേടാനോ ഒക്കെ അദ്ദേഹത്തെ വിളിക്കാം. 055-5988-001 055-5988-0001. ഇത്തരം നമ്പറുകളൊക്കെ മൊബൈൽ സേവ് ചെയ്ത് വെക്കണം. ഒരു എമർജൻസി ആവശ്യത്തിനൊരു സഹായത്തിന് വേണ്ടി, ഒരു ഉപദേശത്തിന് വേണ്ടിയൊക്കെ വിളിക്കാൻ പറ്റിയ നമ്പറാണെന്ന് തിരിച്ചറിയുക. ഒരു ദ്വീപിലേക്ക് സമാധാനത്തോടുകൂടി ആളുകൾ കഴിയുമ്പോൾ അവിടെ ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റർ വരുന്നു. ഇപ്പോൾ അറിയുന്നു അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, ജനങ്ങൾ ആഗ്രഹിക്കാത്ത ചില മാറ്റങ്ങൾ.
പ്രതിഷേധിക്കുന്നു, ആളുകൾ പ്രതികരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവരുടെയൊക്കെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറാൻ പോകുന്നു അഡ്മിനിസ്ട്രേറ്റർ. എന്താണിത്? നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടതെങ്കിലും ഇങ്ങനെയുള്ള സംഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആളുകൾ പകച്ചു നിൽക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ സമാധാനാന്തരീക്ഷം 70,000-ലധികം മനസ്സുകൾ തേങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രാജ്യം മുഴുവനും 136 കോടി ആളുകളും പഠിക്കേണ്ട വിഷയമായി ലക്ഷദ്വീപ് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധമുള്ള ചില ഇടപെടലുകൾ ഒരു ചെറിയ ദ്വീപ സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്നു. അവിടുത്തെ 10,000-ങ്ങളുടെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാകണം, അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണമായിരുന്നു. ആ കാരണം എന്താണെന്ന് പറയാൻ, അതറിയാൻ ഒരു പ്രജയ്ക്ക് അവകാശമുണ്ടെന്ന പ്രാഥമിക ബാധ്യതയും പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുകയാണ്. യാസ് ചുഴലിക്കൊടുങ്കാറ്റ് നാളെ രാവിലെ കര തൊടും എന്ന രൂപത്തിൽ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലൂടെ അതിവേഗതയിൽ ഒഡീസയിലേക്കും ബംഗാളിന്റെ കരയിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതീവ ജാഗ്രത കേരളത്തിലും പാലിക്കേണ്ടതുണ്ട്. ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് 177 പേരാണ് മരിച്ചത്. കേരളത്തിൽ 29,000 രോഗബാധയും 33,000 രോഗമോചനവും. നമ്മുടെ കുട്ടികൾ ചില വിഷയങ്ങളിൽ വളരെ ദുർബലമായിരിക്കും, പ്രത്യേകിച്ച് സയൻസ്, കണക്ക്. ഈ കണക്കൊക്കെ എപ്പോഴും ഒരു കീറാമുട്ടി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ അറബിക് ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം കുറവ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു ട്യൂഷൻ ടീച്ചറെ ആശ്രയിക്കും. സ്വാഭാവികമായും സ്കൂളിനപ്പുറം, പഠനാന്തരീക്ഷത്തിനപ്പുറം വ്യക്തിപരമായി ഇടപെടുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ലേണേഴ്സ് നോട്ട് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. 100 കണക്കിന് കുട്ടികൾക്ക് ഏറ്റവും മിടുക്കരായ അധ്യാപകരുടെ സേവനം വ്യക്തിപരമായി കിട്ടുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുന്ന അപൂർവമായ ഒരു സിസ്റ്റമാണ് ലേണേഴ്സ് നോട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത് പറയുമ്പോൾ, ഈ മെയ് 25 ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ 25-ാം തീയതി ദുബായ് വാർത്തയുമായിട്ടൊരു പുതിയ കരാർ ലേണേഴ്സ് നോട്ട് പറഞ്ഞിരിക്കുന്നത്. DV25 എന്ന പ്രൊമോ കോഡ് പറഞ്ഞാൽ ഫീസിന്റെ 25% കുറച്ചു തരാം. മെയ് 25-ആണ്, DV25-ആണ്, ദുബായ് വാർത്ത 25 എന്ന് പറയൂ. നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് തരും. 4-1 കുറച്ചു കൊടുത്താൽ മതി ഫീസ് എന്നതാണ്. പഠിപ്പിക്കുന്നത് IIT, IMM തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും അധ്യാപകരും ഡോക്ടർമാരും ഒക്കെയാണ് ഈ കുട്ടികളുടെ ട്യൂഷൻ എടുക്കുന്നത് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. മാത്രമല്ല 28-ാം തീയതി നിങ്ങൾക്ക് അതിലൊരു വലിയ സെമിനാറിൽ ചേരാൻ ഡോക്ടർ ബോബി ജോസ് നയിക്കുന്ന വൈകുന്നേരം ഒരു 7:30 മണിക്കാണ് UAE സമയത്ത്. അതിൽ ചേരാനും അതിൽ സമീപിക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇടപെടാൻ പറ്റും എന്ന കാര്യവും മനസ്സിലാക്കുക. അബുദാബിയിൽ മെയ് 30 മുതൽ ഗവൺമെന്റ് ജീവനക്കാർ 60% വരെ ഏതായാലും ഹാജരാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തൽക്കാലം വീട്ടിലിരുന്നും ജോലി ചെയ്യാം എന്നറിയിച്ചിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് 1,74,000 ഇതുവരെ 1,75,000 താഴെയാണ്. UAE സമയം 9:30 കഴിയുമ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇന്ത്യയിലെ സാഹചര്യം, പ്രതിദിന രോഗബാധ, അതങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. എല്ലാം പെട്ടെന്ന് ശരിയായി വരും. ഇങ്ങനെ താഴേക്ക് പോയാൽ UAE-യിലാകട്ടെ 4 മരണം, 1,500 അല്ല 1,600 കഴിഞ്ഞു പോയിരിക്കുന്നു. രോഗമോചനവും അതുപോലെ 1,658 ഇപ്പോൾ മൊത്തം രോഗബാധിതരായി കഴിയുന്നത് 18,400-ലധികം പേരാണ് UAE-യിൽ. പക്ഷേ ഗുരുതരാവസ്ഥ വളരെ വളരെ കുറഞ്ഞ ആളുകൾക്കാണെന്ന് കണക്ക് പറയുന്നു. 4 പേരെന്ന് മരിച്ചു. കഴിഞ്ഞ ദിവസം അതിൽ താഴെയായിരുന്നു മരണസംഖ്യ. അങ്ങനെ ഇപ്പോൾ വളരെയധികം കൺട്രോൾഡ് എന്ന രൂപത്തിൽ UAE ഈ രോഗബാധയുമായി ബന്ധപ്പെട്ടെത്തിയിരിക്കുന്നു. അതിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാ വശങ്ങളിലും പ്രകടമാവാൻ തുടങ്ങിയിരിക്കുന്നു. ബിസിനസ് സജീവമാകുന്നു, തൊഴിൽ അവസരങ്ങളും വളരെ വ്യാപകമാവുന്നു. നന്ദി.